ഇതെന്താ നാരായണീൻ്റെ മൂന്നാൺമക്കൾ ഞാൻ ഇപ്പോൾ സിനിമ കണ്ടിറങ്ങിയിട്ടുള്ളൂ. ഭയങ്കര ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ വയലൻസ് ഉള്ള മൂവീസ് ഇറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ കോമഡി റൊമാൻസ് എല്ലാം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള മൂവി ഇറങ്ങുന്നത് കുറച്ച് കാലമായിട്ട് കുറവാണ്. അപ്പോൾ അങ്ങനത്തെ സിനിമ വരുമ്പോൾ എല്ലാവരും അത് പോയി കാണാം. നമുക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫാമിലി നടക്കുന്ന ചിലപ്പോൾ ഇപ്പോൾ പുതിയ ജനറേഷന് ചിലപ്പോൾ മനസ്സിലാവില്ല. അത് ഈ സിനിമയിലെല്ലാം കാണിക്കുന്നുണ്ട്. പലർക്കും ആ ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാത്തത് ഇതിലെ ക്യാരക്ടറിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതിൽ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്താ പറയുക, നമുക്കിപ്പോൾ ഒരു അച്ഛൻ്റെ അനിയൻ്റെ മകളെ നമുക്ക് റിലേഷൻ ആവുക പറഞ്ഞാൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അല്ല, കഥ പറയുന്നതല്ല. അതായത് അങ്ങനത്തെ ഒരു റിലേഷൻ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇപ്പോൾ കാലത്ത് നടക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷേ അപ്പോൾ അങ്ങനത്തെ കുറേ കുടുംബ ബന്ധങ്ങളുടെ കാര്യങ്ങൾ കാണിക്കണം. മ്യൂസിക്, അതുപോലെ തന്നെ മ്യൂസിക് നല്ല സോങ്സ് ഇതിൽ കേൾക്കാൻ പറ്റി. നല്ല മ്യൂസിക്കാണ്. രാഹുൽ രാജാറിൻ്റെ മ്യൂസിക് നല്ലതായിരുന്നു. ഓവറോൾ എന്തായാലും നല്ല സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. ഇങ്ങനത്തെ നല്ല സിനിമകൾ എല്ലാവരും വിജയിക്കും. അടിപൊളി പടം, ഭയങ്കര വേറെ ലെവലായിരുന്നു. പൊളിച്ചിട്ടുണ്ട് എല്ലാം. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി പടം. ഇമോഷണൽ പാർട്സ് എല്ലാം വർക്കാവും, ഒന്നും വർക്കാവാത്തതില്ല.